إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله كما قال الله سبحانه وتعالى في القرآن المجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹാദരണീയരായ ആദർശ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ശാരീരികമായതോ അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലോ തൻ്റെ സ്വത്തിലോ അല്ലെങ്കിൽ നമ്മുടെ വ്യവഹാരത്തിലൊക്കെ എന്തെങ്കിലുമൊക്കെ കഷ്ടനഷ്ടങ്ങളോ പ്രയാസങ്ങളോ ആ രൂപത്തിലുള്ള പരീക്ഷണങ്ങളൊക്കെ നേരിടുന്ന സമയത്താണ് സ്വാഭാവികമായും ഒരു മനുഷ്യൻ എന്ന നിലക്ക് ആ മനുഷ്യൻ അല്ലാഹുവിലേക്ക് കൂടുതലായിട്ട് അടുക്കാൻ നിർബന്ധിതനാവുകയോ അല്ലെങ്കിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഒന്നുകിൽ നമുക്ക് കടുത്ത ഒരു രോഗം വരിക, അതല്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത വിധത്തിലുള്ള മാനസികമായ പ്രയാസങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മറ്റു നിലക്കുള്ള പ്രതിസന്ധികളായിരിക്കാം. ഇത്തരത്തിലുള്ള പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഘട്ടങ്ങളിലാണ് സ്വാഭാവികമായും സാധാരണ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതലായിക്കൊണ്ട് പ്രാർത്ഥനകളിൽ ഏർപ്പെടാനും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കൂടുതലായിട്ട് സാമീപ്യം സിദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടം മനുഷ്യന്റെ പരീക്ഷണ ഘട്ടങ്ങളാണ്, നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളാണ്. ആ ഒരു അവസ്ഥയെ കുറിച്ചുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിലൂടെ സൂറത്ത് യൂനുസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. വഇദാ മസ്സൽ ഇൻസാന ളുർറു ദഅന ലിജംബിഹി ഔ ഖായിദൻ ഔ ഖായിമൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. വഇദാ മസ്സൽ ഇൻസാന ളുർറു, മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ ഒരു കഷ്ടത ബാധിച്ചാൽ, ഒരു പ്രയാസം ബാധിച്ചാൽ അവൻ നമ്മോട് പ്രാർത്ഥിക്കുന്നതാണ്. ആ പ്രാർത്ഥനയുടെ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. ലിജംബിഹി, അവന്റെ പാർശ്വത്തിലായിക്കൊണ്ട്, അവൻ കിടക്കുന്ന സമയത്താകട്ടെ, ഔ ഖായിദൻ ഔ ഖായിമ, അവൻ നടക്കുന്നതാവട്ടെ അവൻ ഇരിക്കുന്നതാകട്ടെ, ജീവിതത്തിന്റെ ഏതൊരു ഘട്ടത്തിലും അവൻ അല്ലാഹുവിനെ കുറിച്ച് ഇങ്ങനെ ഓർക്കുകയാണ്, അള്ളാഹുവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്.
ഏതെങ്കിലും പ്രയാസഘട്ടങ്ങൾ വരുമ്പോൾ ആ പ്രയാസഘട്ടത്തിൽ ആ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരവസ്ഥയിലും അവൻ ഓർത്തുകൊണ്ടിരിക്കും, അവൻ അല്ലാഹുവിനോട് സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടിരിക്കുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങളെ അകറ്റി നിർത്തുക, അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ ഇല്ലാത്ത ഒരു ജീവിതത്തെക്കുറിച്ച് ഒരു രീതിയിലും ഒരു വിശ്വാസിക്കാകട്ടെ അവിശ്വാസിക്കാകട്ടെ സങ്കല്പിക്കുക സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് ഫബശ്ശിരി സ്വാബിരീൻ എന്ന പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. വലനബ്ലുവന്നകും തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും മനുഷ്യൻ പരീക്ഷണ വിധേയമാവുക തന്നെ ചെയ്യും. ആ പരീക്ഷണ വിധേയമാകുന്ന ചില ഘട്ടങ്ങളെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ എടുത്ത് സൂചിപ്പിക്കുകയാണ്. മിനൽ ഖൗഫി വൽ ജൂഅ്, ഭയം കൊണ്ട് നിർഭയത്വമെന്ന അതിസുന്ദരമായ അവസ്ഥയെ മനുഷ്യനിൽ നിന്ന് എടുത്തു കളഞ്ഞുകൊണ്ട് ഭയമുള്ള ഒരവസ്ഥ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് ആ ഭയത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പരീക്ഷിക്കുമെന്നാണ്. വൽ ജൂഅ്, നമുക്കറിയാം വിശപ്പോളം വരുന്ന ഒരു പ്രയാസവും ദുനിയാവിൽ മനുഷ്യൻ അനുഭവിക്കാനില്ല, അല്ലേ? ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു മനുഷ്യന്റെ ജീവൻ നിലനിർത്താൻ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളത് ഭക്ഷണം തന്നെയാണ്. ആ ഭക്ഷണത്തിന് കുറവ് വരുത്തിക്കൊണ്ട്, പട്ടിണിയെ തന്നുകൊണ്ട്, വിശപ്പിനെ തന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പരീക്ഷിക്കുമെന്നാണ്. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ്, സാമ്പത്തികമായ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ട്, ശാരീരികമായ രോഗം തുടങ്ങിയ അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ട് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. അതുപോലെ തന്നെ അവന്റെ ജീവിത വിഭവങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങളിലോ വ്യവഹാരങ്ങളിലോ മറ്റു രീതിയിലുള്ള നമ്മുടെ വിഭവങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ തന്നുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ പരീക്ഷിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം അത്രയും കർക്കശമായി കൊണ്ട് മനുഷ്യനെ ഉണർത്തുകയാണ്. അപ്പോ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിൽ നിരന്തരമായിട്ട് വന്നുകൊണ്ടേയിരിക്കും. ആ പ്രയാസങ്ങൾ വരുന്ന ഘട്ടങ്ങളിലെല്ലാം ഈ മനുഷ്യൻ പ്രത്യേകമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്മരിക്കുകയും അല്ലാഹുവിനോട് അവൻ പ്രാർത്ഥിക്കുവാനുള്ള മാനസികമായ ഒരു ത്വര ആ മനുഷ്യനിൽ ഉടലെടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതിന് ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാം. ഒരു പ്രയാസം ഒരു മനുഷ്യന് ഭവിക്കുന്നത് അത് അല്ലാഹു മൂലമാണെന്നും ആ പ്രയാസങ്ങളെ ദൂരീകരിക്കാനും ആ പ്രയാസങ്ങളെ ആ മനുഷ്യനിൽ നിന്ന് അകറ്റുവാനും കഴിവുറ്റവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നത് മനുഷ്യന്റെ സൃഷ്ടിപരമായി തന്നെ ആ മനുഷ്യന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന ഒരു ഘടനയാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ ബാധിപ്പിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ ആ പ്രയാസത്തെ അല്ലാഹു ഏൽപ്പിക്കണമെന്ന് അവൻ ഉദ്ദേശിച്ച ആ ഒരു പ്രയാസത്തെ അവനിൽ നിന്ന് തട്ടിക്കളയാനോ ആ പ്രയാസത്തെ അവന് ഏൽക്കാതിരുത്ത രൂപത്തിൽ അതിനെ ഒഴിവാക്കി കളയാനോ ഈ ലോകത്ത് ഒരാളെ കൊണ്ടും സാധ്യമല്ല എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുകയാണ്. അപ്പോ ഈ രൂപത്തിൽ നമ്മൾ ആദ്യമായി സൂചിപ്പിച്ച ഈ ഘടകങ്ങളിൽ ഒരാൾക്കിടയിലും ഒരു തർക്കമില്ലാത്തൊരു കാര്യമാണ്, അല്ലേ? മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ വെച്ച് തന്നെ നോക്കുകയാണ് എങ്കിൽ നമ്മൾ മേൽ സൂചിപ്പിച്ച ഒരു കാര്യത്തിലും ഒരാൾക്കിടയിലും ഒരു തർക്കമില്ല. പ്രയാസങ്ങളും പ്രതിസന്ധികളും മനുഷ്യന്റെ ജീവിതത്തിൽ വരുമെന്നും ആ വരുന്ന സമയത്ത് അല്ലാഹുവിലേക്ക് മനുഷ്യൻ പ്രാർത്ഥനയുമായി മടങ്ങുമെന്നും എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മനുഷ്യന് നൽകുന്നത് അല്ലാഹു ആണ് എന്നുമുള്ള വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിന് യാതൊരുവിധ തർക്കമില്ല. പക്ഷേ എവിടെയാണ് നമ്മുടെ ഉമ്മത്തിന് പ്രശ്നം സംഭവിക്കുന്നത്, എവിടെയാണ് നമ്മുടെ ഉമ്മത്തിന് പിഴവ് സംഭവിക്കുന്നത് എന്നും കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലേ? മനുഷ്യന്റെ സൃഷ്ടി പ്രകൃതിയെ കുറിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഖുലിഖൽ ഇൻസാനു മിൻ അജൽ. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല
അക്ഷമനായിക്കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ധൃതി കാണിക്കുന്നവനായിക്കൊണ്ടാണ് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. നമ്മുടെ ഒരു സൃഷ്ടി പ്രകൃതിയാണത്. എന്ത് ഒരു പ്രയാസമുണ്ടെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാത്തു നിൽക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഒരു കാര്യം നടക്കണമെന്ന് ആഗ്രഹിച്ചാൽ അത് പെട്ടെന്ന് നടക്കണം. എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസം തനിക്ക് ബാധിച്ചാൽ അത് പെട്ടെന്ന് സുഖപ്പെടണം, പെട്ടെന്ന് അകറ്റി കിട്ടണം. അത് മനുഷ്യന്റെ സൃഷ്ടിയാലുള്ള മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. ക്ഷമ എന്ന് പറയുന്നത് ഈമാനിന്റെ പകുതിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. കാരണം ക്ഷമക്ക് അത്ര തന്നെ പ്രാധാന്യം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ കാരണം മനുഷ്യന്റെ സൃഷ്ടി പ്രകൃതി തന്നെ ക്ഷമയില്ലാത്തവനായിക്കൊണ്ടാണ്. ആ ക്ഷമ ഇല്ലാത്തത് കൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് എന്തെങ്കിലുമൊക്കെ ഒരു പ്രയാസങ്ങൾ വരുമ്പോ, എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ അത് പെട്ടെന്ന് അതിനൊരു പ്രതിവിധി എന്ത് കിട്ടും എന്ന കുറുക്കുവഴി സ്വാഭാവികമായും മനുഷ്യൻ അന്വേഷിക്കുക സർവ്വസാധാരണമാണ്. പക്ഷേ ഈ ഒരു അവസരത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഈ ഒരു സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ടാണ് പണ്ഡിതവർഗം, പണ്ഡിത ലോകം, പണ്ഡിത സമൂഹം ഒരു സമൂഹത്തെ ഒന്നടങ്കം വഴികേടിലാക്കുന്നത് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതായത് എന്തെങ്കിലുമൊക്കെ പ്രയാസ പ്രതിസന്ധികൾ വരുമ്പോ അതിൽ നിന്ന് പെട്ടെന്ന് ഒരു അറുതി കിട്ടാൻ എന്താണ് ഒരു മാർഗമെന്ന് അന്വേഷിക്കുന്ന മനുഷ്യന്റെ മുന്നിലേക്കാണ് പണ്ഡിത സമൂഹം അല്ലെങ്കിൽ ഒരു വിഭാഗം ആളുകൾ ഈ സമൂഹത്തെ പിഴപ്പിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് അവർക്ക് ചില സൂചനകൾ ഇട്ടുകൊടുക്കുകയാണ്. അതായത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് ഈ ആഗ്രഹിക്കുന്ന സമൂഹത്തിന് മനസ്സിലാകാത്ത വിധമാണ് ഈ സമൂഹത്തെ വഴിപിഴപ്പിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അല്ലെ, അള്ളാഹുവിലേക്ക് ആശ അർപ്പിച്ച് അള്ളാഹുവിലേക്ക് ആശ പ്രകടിപ്പിച്ച് നിൽക്കുന്ന ഒരു വിഭാഗത്തിന്റെ മുന്നിലേക്ക് അവര് സമർപ്പിക്കുന്ന ചില രൂപങ്ങളുണ്ട്, ചില പ്രത്യേകമായ പ്രവർത്തനങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ അവരുടെ ഒരു സ്വഭാവ രീതിയെ കുറിച്ച് മനസ്സിലാക്കേണ്ടുന്നത്. അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്ന് വ്യതിചലിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒരു സമൂഹം, മുസ്ലിം സമുദായം തന്നെ എങ്ങനെ എത്തിപ്പെടുന്നു എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരു ജാറം മരണപ്പെട്ട് കിടക്കുന്ന ഒരു ജാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ രീതിയിലുള്ള വിശ്വാസങ്ങളിലേക്ക് പോകുന്ന ആളുകളുടെ ഒരു രീതിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അല്ലെ, അവിടെ എത്തുന്ന ആളുകൾ ആരും സ്വർഗം കിട്ടണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള പാരത്രിക മോക്ഷം കിട്ടണമെന്നോ ആഗ്രഹിച്ചു വരുന്ന ആളുകളല്ല. ഭൂരിഭാഗം ആളുകളുടെ പ്രശ്നം എന്താണ്? മകളുടെ കല്യാണം നടക്കുന്നില്ല, അല്ലെങ്കിൽ മാരകമായ ഒരു അസുഖമുണ്ട്, ഒരുപാട് ചികിത്സിച്ചു, ഭേദപ്പെടുന്നില്ല, വലിയ കടബാധ്യതയുണ്ട്, എത്ര നോക്കിയിട്ടും കച്ചവടങ്ങളൊന്നും ശരിയാകുന്നില്ല, ഓരോന്ന് കീപ്പോട്ട് പോവുകയാണ്. എന്തെങ്കിലും റെഡിയാകാനുള്ള ഒരു മാർഗം അന്വേഷിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള ഭൗതികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇന്ന സ്ഥലത്ത് പോയാൽ അല്ലെങ്കിൽ ഇന്ന ജാലത്തിങ്ങൾ പോയി ഇന്നത് നേർച്ചയാക്കിയാൽ നിങ്ങളുടെ കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കുമെന്ന് ഇതിന്റെ ആയത്തിന്റെയോ ഹദീസിന്റെയോ മറ്റു പ്രമാണങ്ങളുടെയോ ഒരു പിൻബലം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമേയില്ല. മതപരമായ ഒരു കാര്യം ഒരു സമൂഹത്തിന്റെ മുന്നിൽ സ്ഥാപിച്ചുകൊണ്ട് ഇത് ദീനാണ് എന്ന് സ്ഥാപിക്കണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. അവിടെ ആയത്തുകൾ ഓതണം, ഹദീസുകൾ പറയണം, ചരിത്രങ്ങൾ പറയണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത കാലഘട്ടങ്ങളിൽ ഇത് സംഭവിച്ചിട്ടുള്ളതാണെന്ന് ഒരു സമൂഹത്തിനെ വീണ്ടും വീണ്ടും പറഞ്ഞു ബോധ്യപ്പെടുത്തണം. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ദീനിയായ ഒരു തെളിവിന്റെയും ഒരാവശ്യവും ഒരാൾക്കുമില്ല. കേട്ടുകേൾവിയുടെയും കെട്ടുകഥകളുടെയും പിന്നാലെ മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിചാരങ്ങളാകട്ടെ അല്ലെങ്കിൽ ഒരു ദിക്ർ പറയാം, ഇന്ന ദിക്ർ ഇത്ര പ്രാവശ്യം നിങ്ങൾ അവിടെ പോയിക്കൊണ്ട് ചൊല്ലിയിരിക്കുക, അല്ലെങ്കിൽ അവിടെ ചെന്നുകൊണ്ട് നിങ്ങൾ 3 യാസീൻ ഓതുക. ഇത്തരത്തിലുള്ള ഓരോ സ്ഥലങ്ങളും ഓരോ വ്യക്തികളും ഓരോ കേന്ദ്രങ്ങളും നിശ്ചയിച്ചുകൊണ്ട് അവിടത്തേക്ക് നിങ്ങൾ പോയി ദീനിയായ കാര്യങ്ങളാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അവരോട് ചെയ്യാൻ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരൊരു തെറ്റാണ് ചെയ്യുന്നത് എന്ന് ഒരിക്കലും അവർക്ക് ബോധ്യപ്പെടുകയില്ല. കാരണം അവരെ വീട്ടിൽ നിന്നോടുന്ന ഖുർആൻ അവിടെ പോയിട്ട് എഴുതുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാം സൽക്കർമ്മം മാത്രമായിട്ടാണ് അവർക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതിലുണ്ടാകുന്ന വ്യത്യാസം എന്ത് എന്ന് മനസ്സിലാക്കാൻ പലപ്പോഴും സമൂഹത്തിന് സാധിക്കാറുമില്ല.
ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, രണ്ടാമതായിക്കൊണ്ട് ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അത് തെറ്റാണ് എന്നവർക്ക് ബോധ്യപ്പെടാതിരിക്കാനുള്ള ഏറ്റവും വലിയൊരു സൂത്രം എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തികമായ നേട്ടമുണ്ട്. നമുക്കറിയാം, പതിനായിരക്കണക്കായ സഹാബാക്കിറാങ്ങൾ മറമാടപ്പെട്ട് കിടക്കുന്ന മദീനയിലെ ജന്നത്തുൽ ബഖീൽ സന്ദർശിക്കുന്ന സമയത്ത് അല്ലേ, എത്ര പതിനായിരക്കണക്കായ സഹാബാക്കിറാങ്ങളും നിരന്ന് കിടക്കുന്ന ആ ഒരു പുണ്യമായ സ്ഥലം കണ്ട്, സഹാബാക്കിറാങ്ങളുടെ കബറിടം കണ്ട് നമ്മളിങ്ങനെ മടങ്ങിപ്പോന്നിട്ട് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരന്റെ കബറും ആ കബറിന്റെയും വ്യത്യാസത്തെക്കുറിച്ച് നമുക്കറിയാം അല്ലേ. ഇനി നമ്മുടെ നാട്ടിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഒരു പെയിന്റിന്റെ ഡബ്ബ ഒന്നിങ്ങനെ കലക്കിയിട്ട് ഇങ്ങനെ മണ്ണിത്തിട്ടിന്റെ മേലൊക്കെ ചിന്തി അതൊരു പച്ച കളറിലാണെങ്കിൽ നാളെ അവിടെ ഒരു നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്ന ഒരു കറാമത്തിന്റെ കഥ വരുന്ന ഒരു അവസ്ഥയാണ് സ്വാഭാവികമായും നമ്മുടെ നാടുകളിലൊക്കെ കണ്ടുവരുന്നത്. അതിന്റെ തെളിവുകളോ അതിന്റെ പിൻബലങ്ങളോ ഒന്നും പരിശോധിക്കാതെ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് ആളുകൾ ഓടാൻ തുടങ്ങുകയാണ്. അപ്പോ ഇവിടെ വരുന്ന വരുമാന മാർഗം തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈ വരുമാനത്തെ ജനങ്ങളുടെ ഇടയിൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുമ്പോൾ അവിടെയും അവര് സത്യത്തിൽ കെണിയിൽപ്പെടുകയാണ്. നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുന്ന പണം പലപ്പോഴും അവിടെ നിന്ന് വരുന്ന ആളുകൾ അവർ ബോധിപ്പിക്കുന്നത്, ഇവിടെ ഇതിന്റെ കീഴിൽ യത്തീംഖാനകൾ നടക്കുന്നുണ്ട്, ഇതിന്റെ കീഴിൽ ദർസുകൾ നടക്കുന്നുണ്ട്, ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിന്നാണ് അവിടെ പള്ളി കയറ്റിയത്, ഇവിടെ പള്ളി കയറ്റിയത് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആളുകൾക്ക് എന്താ തോന്നുക, നമ്മൾ കൊടുക്കുന്ന പൈസയും നല്ലേക്ക് തന്നെയാണല്ലോ പോണത്, അപ്പൊ ഇവര് പറയുന്നവർ തന്നെയാണ് എന്തോ തെറ്റുള്ളത് എന്ന് സ്വാഭാവികമായും ജനങ്ങൾക്കിടയിൽ ഒരു ധാരണ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് മൂന്നാമത്തെ കാര്യം. മറ്റൊരു ഘടകം എന്ന് പറയുന്നത്, സ്വാഭാവികമായും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരവസ്ഥ, നമുക്കറിയാം, നമ്മുടെ കേരള സമൂഹത്തിൽ തന്നെ മറ്റു ഇത മതസ്ഥരെ നാണിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ പോലും നമ്മുടെ സമൂഹത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പക്ഷെ അവിടെയൊക്കെ അവർ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്താണ്, സലഫി ആദർശമുള്ള ആളുകൾ ഇത്തരം ആളുകളോട് ചെയ്യുന്ന ഒരു ക്രൂരത എന്ന് പറയുന്നത്, മുസ്ലിം സമുദായത്തിന്റെ നേരെ തന്നെ വന്നിട്ട് അന്ന് മക്ക മുശ്രിക്കുകളോട് ഓടിയ ആയത്തുകളും ഹദീസുകളും ഒക്കെ ഇന്ന് മുസ്ലിം സമുദായത്തിന്റെ നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഇവിടെയുള്ള മുസ്ലിം ഉമ്മത്തിനെ, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ വക്താക്കളെയൊക്കെ മുശ്രിക്കാക്കാനും കാഫിറാക്കാനുമാണ് സലഫി ആദർശ വക്താക്കൾ പരിശ്രമിക്കുന്നത് എന്ന വ്യാപകമായ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാ മിൻ റജുലിൻ മുസ്ലിമിൻ യമൂതു ഫയഖൂമു അലാ ജനാസതിഹി 40 റജുലൻ ലാ യുശ്രികൂന ബില്ലാഹി ശൈഅ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടു. ആ മുസ്ലിമായ മനുഷ്യൻ മരണപ്പെടുകയും ആ മുസ്ലിമിന് മേൽ 40 ആളുകൾ ആ ജനാസക്കുമേൽ നമസ്കരിക്കുകയും ചെയ്താൽ, ആ നമസ്കരിക്കുന്ന ആളുകളുടെ പ്രത്യേകത എന്താ? ലാ യുശ്രികൂന ബില്ലാഹി ശൈഅൻ. അല്ലാഹുവിൽ ആ ആളുകൾ ഒന്നിനെയും പങ്കു ചേർക്കാതെ അവര് ആ നമസ്കാരത്തിൽ പങ്കെടുക്കുകയും ചെയ്താൽ ആ നമസ്കാരത്തിന്റെ ശുപാർശ അല്ലാഹു സ്വീകരിക്കുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, മാ മിൻ റജുലിൻ മുസ്ലിമിൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ, ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ ആ മുസ്ലിമായ മനുഷ്യന് വേണ്ടി 40 ആളുകൾ, ആ ആളുകളുടെ പ്രത്യേകത പറയുന്നതുണ്ട്, അവർ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാത്ത ആളുകളാണ് എങ്കിൽ ആ ശഫാഅത്തിന് അല്ലാഹുവിന്റെ ഉത്തരമുണ്ടാകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ ആ മുസ്ലിമായ മനുഷ്യന് വേണ്ടി നിസ്കരിക്കുന്നതാരാ? ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ടാൽ ആ മുസ്ലിമായ മനുഷ്യന് വേണ്ടി നമസ്കരിക്കാൻ ഒരു ഹൈന്ദവൻ വരില്ല, ഒരു ക്രൈസ്തവൻ വരില്ല, മറ്റേതെങ്കിലും ഒരു ഇതര മതസ്ഥർ ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ ജനാസ നമസ്കരിക്കാൻ വരില്ല എന്നുള്ള കാര്യം നമുക്ക് തീർച്ചയായ കാര്യമാണ്. പക്ഷെ അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, 40 മുസ്ലിം നമസ്കരിക്കണം എന്ന് പറഞ്ഞാൽ പോരെ? പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു സൂചിപ്പിക്കുന്നത് എന്താ? ലാ യുശ്രികൂന ബില്ലാഹി ശൈഅ, അല്ലാഹുവിൽ യാതൊന്നിലും പങ്കു ചേർക്കാത്ത 40 ആളുകൾ നമസ്കരിച്ചാൽ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അല്ലേ? അപ്പൊ എന്താണ്? മുസ്ലിം സമുദായത്തിൽ മുസ്ലിമായ ഒരു പേരുണ്ടായി എന്നതുകൊണ്ട്, ഒരു സമുദായത്തിന്റെ ഭാഗത്ത് നിന്നു എന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലോ നമ്മുടെ വിശ്വാസത്തിലോ
ശിർക്ക് കടന്നു വരികയില്ല എന്നുള്ളത് ഒരു മൗഢ്യമായ ധാരണയാണ് എന്നും കൃത്യമായി കൊണ്ടും ആമുഖമായി കൊണ്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും, മുശ്രിക്കുകളായ ബഹുദൈവ വിശ്വാസികളായ മക്കാ മുശ്രിക്കുകളായ ആളുകൾ എന്തിനാണ് ഇടയാളരെ സ്വീകരിച്ചത് എന്നും പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നിടത്ത് നമുക്ക് കാണാൻ കഴിയും. വല്ലദീന തഖദൂ മിൻ ദൂനിഹി ഔലിയാഅ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് സാമീപ്യം സിദ്ധിക്കുക, അല്ലാഹുവിലേക്ക് ഒരു അടുപ്പം സൃഷ്ടിക്കുക എന്നത് മാത്രമേ ഈ മഹാന്മാരായ അല്ലെങ്കിൽ ഔലിയാക്കളായ അമ്പിയാക്കളായ മഹത്തുക്കളായ ആളുകളോട് സഹായം അഭ്യർത്ഥിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുള്ളൂ എന്നതാണ് പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. മറ്റൊരായത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും, ഹൗലാഇ ശുഫഹാഉനാ ഇൻദല്ലാഹ്, ഇത്തരത്തിലുള്ള ആളുകൾ ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുത്ത് ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്ന ആളുകൾ മാത്രമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഘട്ടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ആരും അവരൊരു ദൈവമാണെന്നോ അവരല്ലാഹുവാണെന്നോ അവരാണ് റബ്ബ് എന്നോ അവരാണ് റാസിഖ് എന്നോ അവരാണ് അന്നം നൽകുന്നത് എന്നോ അവരാണ് ജീവിപ്പിക്കുന്നതെന്നോ അവരാണ് മരിപ്പിക്കുന്നതെന്നോ എന്നുള്ള വിശ്വാസത്തിലൊന്നും അവരാരും അല്ലാഹുവിനെ പോലെ തന്നെ അവരെ ദൈവമായി സ്വീകരിച്ചവരല്ല. പക്ഷേ അവർക്കൊക്കെ പിഴവ് സംഭവിക്കുന്നത് എവിടെയാണ് എന്നും കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ശിർക്ക് എന്ന് പറയുന്ന ബഹുദൈവ വിശ്വാസം എന്ന് പറയുന്ന അല്ലെങ്കിൽ അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറയുന്ന ഈ ഒരു കർമ്മത്തെ എന്തുകൊണ്ടാണ് ഇത്രയേറെ ഗൗരവത്തോടുകൂടി ഇസ്ലാമിക സമൂഹം ചർച്ച ചെയ്യുന്നത് എന്നും കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, നിങ്ങൾ ഒരാള് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുവാൻ വേണ്ടി നിർമ്മിച്ച അല്ലാഹുവിന്റെ ഒരു പള്ളിയിലേക്ക്, ആ ഒരു ഭവനത്തിലേക്ക് മാനസികമായ പ്രയാസത്തോടു കൂടി കയറി ചെല്ലുകയാണ്. ആ പള്ളിയിലേക്ക് കയറി ചെന്ന് വുദൂഎടുത്ത് അല്ലാഹുവിന്റെ മുന്നിൽ 4 റക്അത്ത് നമസ്കാരം നിർവഹിച്ച് ആ നമസ്കാരത്തിന് ശേഷമുള്ള ദിക്ർ ദുആകളൊക്കെ ഉരുവിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ അടുത്ത് അവന്റെ മാനസികമായ ഒരു പ്രയാസം പറയുകയാണ്. പടച്ച റബ്ബേ, എന്റെ മനസ്സിൽ വല്ലാത്തൊരു വിഷമമുണ്ട്, വല്ലാത്തൊരു പ്രയാസമുണ്ട്. ആ പ്രയാസവുമായി കൊണ്ടാണ് റബ്ബേ ഞാൻ നിന്റെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആ പ്രയാസത്തെ ഞാനിതാ നിന്റെ മുന്നിൽ അർപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് ആ പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് ആ മനുഷ്യൻ ആ പള്ളിയിൽ നിന്നിറങ്ങണം. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ആ മനുഷ്യൻ ആ പള്ളിയിൽ നിന്നിറങ്ങിയിട്ട് ആ പള്ളിയുടെ കോമ്പൗണ്ടിന്റെ മൂലക്കലുള്ള ഒരു ചെറിയൊരു ജാറത്തിലേക്ക് ആ മനുഷ്യൻ നടന്നു നീങ്ങുകയാണ്. ആ കബറിടത്തിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ട് ആ കബറിടത്തിൽ പുഴച്ച ഒരു പട്ടിൽ മുഖം പൊത്തിക്കൊണ്ട് അദ്ദേഹം കണ്ണീര് വാർത്തുകൊണ്ട് അവിടെയും പ്രാർത്ഥിക്കുകയാണ്. അവിടെയും പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഒരു ചില്ലറ തുപ്പിട്ടുകൊണ്ട് അവിടെ നിന്ന് മടങ്ങുമ്പോ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ വരുന്ന 2 വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അർപ്പിച്ചു പോന്ന ഒരു കാര്യത്തിലില്ലാത്തതിനേക്കാളേറെ ദൃഢമായ ബോധ്യം ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നം ആരൊക്കെയോ ഏറ്റെടുത്തിട്ടുണ്ട് എന്ന് തോന്നുന്നത് ഈ ജാറത്തിൽ നിന്ന് മടങ്ങുമ്പോഴായിരിക്കും. എന്താണതിന്റെ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് ഒരു മനുഷ്യന് വരുന്ന പിഴവാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നത് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായി കൊണ്ട് ഈ മനുഷ്യൻ ആരുടെ മുൻപിലാണ് ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഇറക്കി വെച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള ബോധ്യമാണ് ഒരു മുസ്ലിം സമുദായത്തിന് ആദ്യമായിട്ടുണ്ടാവേണ്ടത്. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന റബ്ബുൽ ആലമീനാണ് റബ്ബ് എന്ന് മനസ്സിലാക്കണം. ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ബോധ്യമായതോ പരസ്യമായതോ രഹസ്യമായതോ പതുക്കെയുള്ളതോ ഉറക്കെയുള്ളതോ ഏതൊരു ശബ്ദത്തെയും കേൾക്കാൻ കഴിയുന്ന സമീആണ് എന്റെ റബ്ബ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് വേണം. ഏത് കാര്യങ്ങൾ കേൾക്കുമ്പോഴും അതിന് ഉത്തരം നൽകാൻ കഴിയുന്നവരാണ് എന്റെ റബ്ബ് എന്ന് മനസ്സിലാക്കണം. എന്തും കാണാൻ കഴിയുന്ന ബസീറായ, എന്തിനും കഴിവുള്ള ഖദീറായ എന്റെ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ എന്റെ എല്ലാ പ്രയാസങ്ങളും ഇറക്കി വെച്ചത് എന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയണം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? സ്വന്തമായോ മറ്റൊന്നിനോ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയാത്ത ഒന്നിനോടാണ് മനുഷ്യൻ ഏതൊരു കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടി അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലേ, നമുക്കറിയാം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഹജ്ജ് ചെയ്യുന്ന വേളയിൽ കഅബ ശരീഫിനെ ഇങ്ങനെ തവാഫ് ചെയ്യുന്ന ഘട്ടത്തിൽ അതാ
ഹജറുൽ അസ്വദിനെ ചുംബിക്കുന്ന ഘട്ടത്തിൽ അവിടെ കൂടിയിരിക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഉച്ചത്തിൽ പറയുന്നുണ്ട്, എനിക്കറിയാം എനിക്കറിയാം നീ ഒരു ഉപദ്രവമോ ചെയ്യാത്ത വെറും ഒരു കല്ലാണ് എന്ന് എനിക്ക് തീർച്ചയുണ്ട്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് നിന്നെ ചുംബിക്കുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നതായി ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഞാൻ നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന്. അതേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്നെ അറിയാത്തത് കൊണ്ടല്ല, ആ കല്ലി പറയുന്നത് കേൾക്കുന്നുണ്ട് എന്ന വിശ്വാസത്തിലുമല്ല, നേരെ മറിച്ച് അവിടെ ഈ കർമ്മം കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് മനസ്സിലാകണം, ഈ ഹജറുൽ അസ്വദിൽ നിന്ന് ഈ മനുഷ്യന് ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ കിട്ടാനില്ല. അവിടെ നടക്കുന്നത് ഇത്തിബാ മാത്രമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കർമ്മമായി പഠിപ്പിച്ചാൽ അത് കർമ്മമായി ചെയ്യാനുള്ള ഒരു വിശ്വാസിയുടെ ഇത്തിബാ മാത്രമാണ് അവിടെ നടക്കുന്നത് എന്നതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ സമൂഹത്തെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ആ പള്ളിയിൽ കയറിക്കൊണ്ട് എല്ലാ പ്രയാസങ്ങളും റബ്ബിനോട് പറഞ്ഞാൽ കിട്ടുന്നതിനേക്കാളേറെ സംതൃപ്തി ഒരു മനുഷ്യൻ ഒരു ജാറത്തിലോ ഒരു മക്ബറയിലോ ഒരു വലിയെന്നോ ഒരു ഔലിയ എന്നോ പറയപ്പെടുന്നിടത്ത് പോയാൽ എന്തുകൊണ്ട് കിട്ടുന്നു എന്നത് നമ്മൾ കൃത്യമായി കൊണ്ട് വ്യത്യാസത്തെ മനസ്സിലാക്കണം. ഈ വ്യത്യാസത്തെ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്? അവരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഇവരർപ്പിക്കുന്ന ഏതൊരു കാര്യവും അവങ്കിലേക്ക് ഇവരേറ്റെടുക്കുമെന്നുള്ള ഈ മൗഢ്യമായ വിശ്വാസം ഈ സമൂഹത്തിന് മുമ്പിൽ പണ്ഡിതന്മാർ അവരെ അടിച്ചേൽപ്പിച്ചതാണ് എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര ഗൗരവകരമായി ഒരു സമൂഹത്തെ ഉണർത്താനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത് ആ ശിർക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, ബഹുദൈവ വിശ്വാസം ഒരു വിശ്വാസിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, അല്ലാഹുവിൽ പങ്കുചേർക്കുന്ന പ്രവണത ഒരു വിശ്വാസിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ഏറ്റവും വലിയ നഷ്ടമെന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതൻ അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. തീർച്ചയായും പ്രവാചകരെ, താങ്കളെങ്ങാനും ശിർക്ക് സംഭവിച്ചു പോയാൽ താങ്കളുടെ പ്രവർത്തനങ്ങളെ പാടെയും പൊളിഞ്ഞു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് സംഭവിച്ചു പോയാൽ ആ ശിർക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. അതല്ലാത്ത പാപങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുത്തേക്കാം അവരുദ്ദേശിക്കുന്നവർക്കെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുക. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രയാസ പ്രതിസന്ധികൾ വരുന്ന സമയത്താണ് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ശിർക്കിലേക്കും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിലേക്കും ഒരു മനുഷ്യൻ പോകാനുള്ള ഏറ്റവും സാധ്യത കൂടുതലായിട്ടുള്ളത്. നമുക്ക് കണ്ടാലറിയാം, ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് വന്നു ചേരുന്ന ആളുകൾ അധികവും ഭൗതികമായ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ആളുകളായിരിക്കും. ഇത്തരത്തിലുള്ള ജാറവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ആളുകളുടെ എല്ലാം ഭൗതികമായ ഒരു സാഹചര്യത്തെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ അവർക്ക് മാനസികമായോ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാനോ കഴിയാത്ത രൂപത്തിലുള്ള വലിയ ഒരു മാനസികമായ പ്രതിസന്ധി അവരുടെ മുന്നിൽ ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ് ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്. എന്റെ വീടിന്റെ തൊട്ട കുറച്ച് ദൂരമേ ഉള്ളൂ. യൂട്യൂബിലൊക്കെ വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി, എനിക്ക് അറിവിൻ നിലാവ് എന്നുള്ളൊരു പരിപാടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പൊ അതിന്റെ ഒരു കേന്ദ്രം നമ്മുടെ വീടിന്റെ ഒക്കെ തൊട്ടടുത്താ, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പണിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ മടങ്ങി നൂറ് നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് നൂറ് നമസ്കാരത്തിന് ഇങ്ങനെ പള്ളി അന്വേഷിച്ചിങ്ങനെ പോണ സമയത്ത് ഒന്ന് രണ്ട് ആംബുലൻസിൽ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോ ഒരു ഉള്ളാണ്, കുറച്ചൊരു പ്രദേശമാണ്. എന്താണ് ഇപ്പൊ അവിടെ ഇങ്ങനെ ഒരു ആംബുലൻസ്? ഞാൻ അങ്ങനെ ആലോചിച്ചു മടങ്ങിപ്പോരുന്ന സമയത്ത് അവിടെ ഒരു ഓട്ടോ ഉണ്ട്. ആ ഓട്ടോക്കാരോട് ചോദിച്ചു ഇവിടെ എന്താണ് സംഭവം എന്ന് ചോദിച്ചു. അപ്പാണ് പറയുന്നത് ഇത് അറിവിനിലാവ് നമ്മുടെ പരിപാടിന്റെ അവിടെ കേന്ദ്രമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിന്റെ ഉള്ളിൽ പോയി നോക്കുമ്പോൾ 6 ആംബുലൻസുകളുണ്ട്. 2 എണ്ണം മൊബൈൽ ഐ സി ആണ്. അപ്പൊ എന്താണ് അത്രയും
പ്രതിസന്ധിയുള്ള ആളുകളെയും കൊണ്ട് വരുന്നത് എന്താണ്? അവിടുന്ന് കിട്ടുന്ന ഒരു മന്ത്രിച്ചൂടിയ ഒരു ലേശം വെള്ളത്തിലുള്ള ഒരു ആത്മവിശ്വാസം എത്രയാണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ആ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളെ എങ്ങനെ സമീപിക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇസ്ലാമിക സമൂഹം ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അതിനെ നേരിടേണ്ടത് എന്ന ഒരു കൃത്യമായ ധാരണ ഇസ്ലാമിക സമൂഹത്തിന് ഇല്ല എന്നത് വളരെ വ്യത്യസ്തമായിക്കൊണ്ട് മാറ്റിക്കൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്, അല്ലെ? ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചത് ആരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അശദ്ദുൻ നാസി ബലാഉൻ അൽ-അംബിയാ. അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത്, ഏറ്റവും ശക്തമായ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത് അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. ഈ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എങ്ങനെയാണ് പ്രവാചകന്മാർ അവരുടെ പ്രയാസങ്ങളെ നേരിട്ടത് എന്ന് കൃത്യമായി കൊണ്ട് പഠിക്കുമ്പോഴാണ് എന്താണ് തൗഹീദ്, എന്താണ് തൗഹീദിയായ വിശ്വാസം, എങ്ങനെയാണ് ഒരു മുവഹിദായിക്കൊണ്ടും കൃത്യമായ ഒരു സമൂഹത്തിൽ ജീവിക്കേണ്ടത് എന്നും കൃത്യമായി കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ? നമുക്കറിയാം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം വളരെ വിശദമായി കൊണ്ട് വളരെ ഗ്രഹണമായി കൊണ്ട് നമ്മളെല്ലാവരും കേട്ടതാണ്. ഓരോ വലിയ പെരുന്നാൾ വരുന്ന ഘട്ടത്തിലും ആവർത്തിച്ചുള്ള ഹുതുബകളിലൂടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചരിത്രങ്ങളെ ആവോളം നാം ഓരോരുത്തരും കേട്ടവരാണ്, അല്ലെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമൂഹത്തിനോട് ഒരൊറ്റ കാര്യം മാത്രമേ ആ സമൂഹത്തിനോട് ഉത്ബോധിപ്പിച്ചിട്ടുള്ളൂ. ആ സമൂഹത്തോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാതലായി പറഞ്ഞ പ്രബോധന വിഷയമായി കൊണ്ട് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വഇദ് ഖാല ലി അബീഹി വഖൗമിഹി മാദാ തഅബുദൂൻ. അദ്ദേഹത്തിന്റെ പിതാവിനോടും ആ സമൂഹത്തിനോടും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നത് എന്തിനെയാണ് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. എന്തിനെയാണ് നിങ്ങൾ ഈ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലാഹുവിന് പുറമെ വ്യാജമായ ദൈവങ്ങളെ സ്വീകരിക്കുവാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഈ ലോകത്ത് മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന അല്ലാഹുവിനെ കുറിച്ച് എന്താണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുക. അവരുടെ വിശ്വാസത്തിന്റെ ആ ഒരു നിരർത്ഥകത എത്രത്തോളം ഉണ്ട് എന്ന് ആ സമൂഹത്തെ പല രീതിയിലായിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബോധ്യപ്പെടുത്തിയ ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ പറഞ്ഞ് ആ സമൂഹത്തിന് അവരുടെ വിശ്വാസത്തിൽ അപാകതകളുണ്ട് എന്ന് മനസ്സിലായപ്പോ അതിനെ തിരിച്ച് പ്രമാണം കൊണ്ടോ അല്ലെങ്കിൽ നേരുകൊണ്ടോ നേരിടാൻ കഴിയുന്നില്ല എന്ന് ഘട്ടം വന്നപ്പോ അതെന്താ ചെയ്തത്? ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പല സംഗതികളെ കൊണ്ടും അവരുടെ വിശ്വാസം അത് ശരിയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്തുന്ന ഘട്ടങ്ങൾ ഒരുപാട് കടന്നുപോയി. ഒന്നിനെയും അവർക്ക് കൃത്യമായി കൊണ്ട് പ്രതിരോധിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് അവസാനമായിട്ട് അവർ തീരുമാനമെടുത്തത് എന്താ? ഈ രൂപത്തിൽ ഇബ്രാഹിം പോവുകയാണ് എങ്കിൽ നമ്മുടെ വിശ്വാസം നമുക്ക് നഷ്ടമാകും, നമ്മുടെ ദൈവങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയില്ല, കാരണവന്മാരായി നമുക്ക് മുന്നിൽ അവരെ പഠിപ്പിച്ചു തന്ന നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതുകൊണ്ട് എന്ത് വേണം? ഇബ്രാഹിമിനെ നമുക്ക് നശിപ്പിച്ചു കളയാം. ഇബ്രാഹിമിനെ നശിപ്പിച്ചു കളഞ്ഞാൽ നമുക്ക് നമ്മുടെ വിശ്വാസവുമായി മുന്നോട്ട് പോകാം. അവർ തീക്കുണ്ടാരം റെഡിയാക്കി. ആ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വലിച്ചെറിയുന്ന ഘട്ടമെത്തി. കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഒരു സമൂഹത്തിന്റെ മുന്നിലാണ് ഒറ്റപ്പെട്ടു പോകുന്നത്. ടച്ച് ചെയ്യിക്കാൻ കഴിയില്ല. അവരെ മുഴുവൻ ശരീരം കൊണ്ട് പ്രതിരോധിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് കഴിയില്ല. ആകെ കൈ മുതലായുള്ളത് തന്റെ വിശ്വാസം മാത്രമാണ്. പക്ഷെ ആ വിശ്വാസത്തിന്റെ ആ ഒരു ആത്മവിശ്വാസം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. തീക്കുണ്ടാരം റെഡിയായി. അവിടുത്തെ ആളുകൾ മുഴുവൻ ഈ തീക്കുണ്ടാരത്തിലേക്ക് വിറകുകൾ നേർച്ചയാക്കാൻ തുടങ്ങി. അവർക്ക് ഭൗതികമായ പ്രയാസങ്ങളുണ്ടല്ലോ, ആ പ്രയാസങ്ങളൊക്കെ നീങ്ങാൻ ഈ തീക്കുണ്ടാരത്തിലേക്ക് വിറകുകളൊക്കെ അവർ നേർച്ചയാക്കാൻ തുടങ്ങി. ഇബ്രാഹിമിനെ കത്തിക്കുന്ന ഈ ഒരു തീക്കുണ്ടാരത്തിലേക്ക് അവർ വറകുകെട്ടുകളൊക്കെ നേർച്ചയാക്കാൻ തുടങ്ങി. ഒരു വലിയൊരു പുണ്യകർമ്മമായിട്ട് അതിനെ സ്വീകരിച്ചു. അങ്ങനെ ഈ തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ വലിച്ചെറിയുന്ന ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് നോക്കണം നിങ്ങൾ,
ആ ഒരു സമൂഹത്തെ ഏതൊരു രൂപത്തിലും പ്രതിരോധിക്കാൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സാധ്യമല്ല. പക്ഷേ തന്റെ വിശ്വാസം തനിക്ക് കൈമുതലായുണ്ട്. താൻ ഇത്രയും സംസാരിച്ചത് നിരർത്ഥകരായ അവരുടെ ദൈവങ്ങളെ കുറിച്ച് മാത്രമാണ്. എന്റെ കൂടെയുള്ളത് എല്ലാത്തിനും കഴിയുന്ന രാജാതിരാജനായ റബ്ബാണ് എന്ന് കൃത്യമായ ബോധ്യം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനുണ്ടായിരുന്നു. ആ ബോധ്യം കൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അവരിൽ നിന്നും ഉറക്കെ പ്രഖ്യാപിക്കുന്നതും ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. എനിക്ക് എന്റെ അല്ലാഹു മതി, ആ അല്ലാഹുവാണ് ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും നല്ലവരെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിക്കുന്ന ഘട്ടം. ഇതാണ് തവക്കുൽ എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകണമെങ്കിൽ സുരക്ഷിതമായി സംരക്ഷിതമായി തന്റെ വിശ്വാസവും തന്റെ ആചാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി കൊണ്ടൊരു മനുഷ്യന് ഒരു മുസ്ലിമിന് ജീവിക്കണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഒരു വിശ്വാസിക്ക് വേണ്ടത് തവക്കുലാണ്. ആ തവക്കുലിൽ അടിയുറച്ചുകൊണ്ട് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അചഞ്ചലമായ വിശ്വാസവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവിടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് സാധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തന്റെ ജീവിതത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന സ്വലാത്തി വനുസ്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പടച്ചോനെ, ഞാൻ ഇത്രയും കാലം എന്റെ ആരാധനകൾ നിർവഹിച്ചത്, എന്റെ മറ്റു ദീനിയായ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഞാൻ നിർവഹിച്ചത്, എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം ഞാൻ ജീവിച്ച എന്റെ ജീവിതം അത്രയും, ഞാൻ മരിക്കാൻ പോകുന്ന ഈ ഘട്ടമത്രയും, എന്റെ ജീവിതത്തിലുള്ള ഓരോ നിമിഷവും പടച്ചറബ്ബേ നിനക്ക് വേണ്ടി മാത്രമേ ഞാൻ നിലകൊണ്ടിട്ടുള്ളൂ, നിനക്ക് വേണ്ടി മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ, നിനക്ക് വേണ്ടി മാത്രമേ ഞാൻ ആരാധനകൾ നിർവഹിച്ചിട്ടുള്ളൂ എന്ന ആ ഉറച്ച ബോധവും ആ ഉറച്ച വിശ്വാസവുമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തുണക്കുമെന്നുള്ള വിശ്വാസത്തിലേക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ എത്തിച്ചത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, ഇത്രയേറെ തൗഹീദിന് വേണ്ടി പടപൊരുതിയ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രതിബിംബം കഅബ ശരീഫിന്റെ അകത്ത് മക്ക മുശ്രിക്കുകൾ സ്ഥാപിച്ചിരുന്നു എന്നത് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയേറെ തൗഹീദിന് വേണ്ടി പ്രയത്നിക്കുകയും തൗഹീദി വിശ്വാസത്തിന് വേണ്ടി പോരാടുകയും ചെയ്ത ഒരു മഹാനുഭാവനായ പ്രവാചകന്റെ ബിംബമാണ് കഅബ ശരീഫിന്റെ അകത്തളത്തിൽ അനുചരന്മാരോട് തച്ചുടക്കാൻ കൽപ്പിക്കുന്ന ബിംബങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ബിംബവും ഉണ്ടായിരുന്നു എന്നും കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഒരു സമൂഹത്തെ എത്ര തന്നെ സംസ്കരിച്ചാലും ആ സമൂഹം തിരിച്ച് അതിനേക്കാൾ മോക്ഷമായ രീതിയിലേക്ക് അധപ്പതിപ്പിക്കുവാൻ കാലഘട്ടങ്ങൾ അധികം വേണ്ടിവരില്ല എന്നതിന്റെ തെളിവ് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്കറിയാം. ഒരുപാട് രോഗം കൊണ്ട് പ്രയാസം കൊണ്ട് കഷ്ടപ്പെടുന്ന അവസ്ഥ അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനുണ്ടായി. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന് എന്ത് രോഗമാണ് ബാധിച്ചതെന്നോ ഏത് രൂപത്തിലുള്ള രോഗമാണ് ബാധിച്ചതെന്നോ വളരെ ഗ്രഹണമായി കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ നിന്നോ ഹദീസിൽ നിന്നോ നമുക്ക് കാണുക സാധ്യമല്ല. പക്ഷേ എന്നിരുന്നാലും അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ശാരീരികമായ പ്രയാസമുണ്ടാകുന്ന ഒരു രോഗം ബാധിച്ചു എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ കാണാൻ കഴിയും. ആ രോഗം കാരണമായി തനിക്ക് കുടുംബത്തെയും തന്റെ സ്വത്തും തന്റെ ജീവിത അവസ്ഥകളും മോശമായി എന്ന രീതിയിലുള്ള ആയത്തിലെ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഒരു രോഗം വന്ന് ആ രോഗം കാരണമായി കൊണ്ട് തന്റെ കുടുംബവും തന്റെ സ്വത്തുമൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ട് അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലും അയ്യൂബ് നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്, പടച്ചവനെ, എനിക്കൊരു പ്രയാസം നേരിട്ടുണ്ട്, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവൻ അള്ളാഹുവേ നീയാണല്ലോ എന്ന രൂപത്തിലുള്ള പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. അപ്പോ രോഗം വരുന്ന സമയത്ത്, രോഗം വരുന്ന ഘട്ടത്തിൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഈ രോഗം നൽകുന്നത് എന്നും ആ രോഗം സുഖപ്പെടുത്തുന്നതും ആ രോഗത്തെ മാറ്റുന്നതും അല്ലാഹു മാത്രമാണ് എന്ന വിശ്വാസവും ഒരു വിശ്വാസിക്കുണ്ടെങ്കിൽ മാത്രമേ
ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്കറിയാം അല്ലേ? ഏറെ സ്നേഹിച്ച് ലാളിച്ച് വളർത്തിയ തന്റെ പൊന്നുമോനെ തന്റെ സഹോദരന്മാർ തന്നെ അപകടത്തിലാക്കുകയും തനിക്ക് തന്റെ മോനെ ഒന്ന് കാണാൻ പോലും കഴിയാത്ത ദൂരതയിൽ മകനും പിതാവും വേർപെട്ട് കഴിയുന്ന ഒരവസ്ഥയുണ്ടായി. മകൻ മരിച്ചുപോയതാണോ, കാണാതെ പോയതാണോ, അല്ല ഇനി എനിക്ക് തിരിച്ചു കിട്ടുമോ, എനിക്കിനി കാണാൻ കഴിയുമോ, ഒന്നും അറിയില്ല. ഈ പ്രയാസത്തെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ പറയുന്ന വചനം വളരെ സൗന്ദര്യമുള്ളതാണ് അല്ലേ? ആ മകനെ കുറിച്ചോർത്ത് പ്രയാസപ്പെട്ട് മാനസികമായ വിഷമത്തിലായി കരഞ്ഞ് കലങ്ങിയ കണ്ണുകൾക്ക് വെള്ള ബാധിച്ചു എന്നാണ്. തന്റെ കണ്ണുകൾക്ക് പോലും മന്ദത ബാധിക്കുമാറ് ശാരീരികമായും മാനസികമായും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വിഷമത്തിലായിപ്പോയി അല്ലെ? തനിക്കൊരു തന്റെ മകന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടായപ്പോ അല്ലെ, മക്കൾ മരിക്കുക, മക്കൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ സാമ്പത്തികമായ മറ്റേതെങ്കിലും രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുക, ഇങ്ങനത്തെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകുമ്പോ എന്താണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു. ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹി എന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലേ? യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറയുന്നത് ഇന്നമാ അശ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ പ്രയാസങ്ങളും എന്റെ ദുരിതങ്ങളും ഞാൻ വേവലാതികളായി പ്രയാസങ്ങളായി അത് ഇറക്കി വെക്കുന്നത് എന്റെ റബ്ബിന്റെ മുന്നിൽ മാത്രമാണ് എന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ? നമ്മുടെ നാടുകളിൽ ഓതിക്കൊണ്ടിരിക്കുന്ന മൗലീദ് കിതാബുകളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത് എന്താ? പാപമെന്ന ഒരു വാഹനമിൽ അറ്റമില്ലാതെ എത്രയാണ് ഞാൻ ചെയ്തു പോയ തെറ്റ് എന്ന് പോലും എനിക്കറിയില്ല, അത്രയേറെ തെറ്റ് ചെയ്തുകൊണ്ട് ആ പാപമാകുന്ന വാഹനത്തിൽ ഞാൻ കയറിപ്പോയി. ലക അശ്കു യാ സയ്യിദി ഖൈറൻ നബി എന്നാണ് നമ്മുടെ നാടുകളിൽ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകരെ, അങ്ങയോടാണ് എനിക്ക് വേവലാതി പറയാനുള്ളത്, അങ്ങയോടാണ് എനിക്ക് പ്രയാസം പറയാനുള്ളത് എന്ന് ഒരു സമൂഹം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ യാക്കൂബ് നബി അലൈഹിസ്സലാം സമൂഹത്തെ പഠിപ്പിക്കുന്നു, ഇന്നമാ അശ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, എന്റെ പ്രയാസങ്ങളും എന്റെ വിഷമങ്ങളും എന്റെ വ്യസനങ്ങളും ഞാൻ ഇറക്കി വെക്കുന്നത് അള്ളാഹുവിന്റെ മുൻപിലാണ് എന്ന് യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പ്രഖ്യാപിക്കുകയാണ്. ഇവിടെയാണ് ഒരു സമൂഹം എങ്ങനെയാണ് വ്യതിചലിച്ചു പോകുന്നത്, എവിടെയാണ് നമ്മൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ നാടുകളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും, എന്തെങ്കിലുമൊക്കെ വീട്ടിൽ നിന്നൊരു സാധനം നഷ്ടപ്പെട്ടു പോയാൽ ഇത് കണ്ടുകൊടുക്കുന്ന, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തുണ്ട്, ഇന്ന ആളാണ് എടുത്തത് എന്ന് പ്രഖ്യാപിക്കുന്ന പല കേന്ദ്രങ്ങളും നമുക്ക് കാണാൻ കഴിയും അല്ലേ? എന്താണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായ കാര്യങ്ങളിലുള്ള വിശ്വാസത്തെ കുറിച്ചുള്ള ധാരണയില്ല എന്നത് തന്നെയാണ് അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ വഇൻദഹു മഫാത്തിഹുൽ ഗൈബ്, അല്ലാഹുവിന്റെ അടുക്കാണ് അദൃശ്യങ്ങളായ എല്ലാ കാര്യങ്ങളുടെയും താക്കോലുള്ളത്, അല്ലാഹുവിന്റെ അടുക്കലാണ്. ലാ യഅലമുഹാ ഇല്ലാ ഹുവ, അല്ലാഹുക്കല്ലാതെ അറിയാൻ കഴിയില്ല. പക്ഷെ എന്നാലും മനുഷ്യൻ വിശ്വസിക്കുക, എന്ത് പ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞു തരാൻ ചില ആളുകൾ ഉണ്ട്, ദുനിയാവിൽ തന്നെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് മനുഷ്യൻ എത്തിപ്പെടുകയാണ്. നമ്മൾ മനസ്സിലാക്കുക, സക്കരിയ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിൽ എല്ലാ ആളുകൾക്കും ഉണ്ടാവും. ഓരോ ചരിത്രങ്ങൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില ആയത്തുകൾ കേൾക്കുമ്പോഴൊക്കെയാണ് മനസ്സിനെങ്ങനെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു ഘട്ടം പല ആളുകൾക്കും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനിൽ എന്നെ ഏറ്റവും കൂടുതൽ മാനസികമായിട്ട് സ്വാധീനിച്ച, എന്റെ മനസ്സിനെ എപ്പോഴും ഇങ്ങനെ ചിന്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സക്കരിയ നബി അലൈഹി ഇസ്ലാം നടത്തിയ ഒരു പ്രാർത്ഥന അല്ലെ? മക്കളില്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടു. നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് നടക്കുന്ന ഏറ്റവും ചൂഷണ രംഗത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പോയി പെടുന്ന ഒരു പ്രശ്നം എന്താണ്? മക്കളില്ല എന്നുള്ള പ്രശ്നം കൊണ്ടാണ്. അത് ആരോഗ്യ മേഖലയിലും അങ്ങനെ തന്നെയാണ്, ഈ ആത്മീയ മേഖലയിലും അങ്ങനെ തന്നെയാണ് അല്ലെ? കുട്ടികളില്ല എന്ന് പറഞ്ഞാൽ അവിടെ പോയി തൊട്ടി കെട്ടിയാൽ മതി, അല്ലെങ്കിൽ അങ്ങോട്ട് എന്തെങ്കിലും തേന് കൊടുത്താൽ മതി, ഇത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി, കുട്ടികളുണ്ടാവും എന്ന രൂപത്തിൽ ആളുകൾ അങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുക. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞിക്കാല് കാണണം എന്നാണ്. അപ്പൊ പോയിടത്തേക്കോ പറയുന്നിടത്തേക്കോ ഒക്കെ പോയല്ലേ, എന്നിട്ട് അവിടെ ജാതി മതമൊന്നും ഇല്ല. അമ്പലത്തിൽ പറഞ്ഞാൽ അമ്പലത്തിൽ പോവും, പള്ളിക്ക് പറഞ്ഞാൽ പള്ളിക്ക് പോകും, ദർഗീക്ക് പറഞ്ഞാൽ ദർഗീക്ക് പോകും, സ്വാമിന്റെ അടുത്തേക്ക് പറഞ്ഞാൽ സ്വാമിന്റെ അടുത്തേക്ക് പോകും, മൊല്ലന്റെ അടുത്തേക്ക് പറഞ്ഞാൽ മൊല്ലന്റെ അടുത്തേക്ക് ആരെടുത്തേക്ക് പോകും. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയൊരു കുഞ്ഞിക്കാല് കാണണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. വൈദ്യമേഖലയിൽ തന്നെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കുട്ടികളില്ലാതെ ചികിത്സ നേടുന്ന ആളുകൾ അവരുടെ സാമ്പത്തികമായ ബാധ്യതയെ കുറിച്ചൊന്നും ഒന്ന് അന്വേഷിച്ചു നോക്കൂ.
ഇത്തരത്തിലുള്ള ചികിത്സ നടത്തുന്ന ഒരുപാട് ചൂഷണങ്ങൾ ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ മനുഷ്യന്റെ ആഗ്രഹത്തെയും ആശയം എപ്പോൾ പണയം വെക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഈ ആഗ്രഹം ആശയമുള്ള ആളുകളെ പറ്റിക്കാനും പറ്റുന്ന എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച രീതി തന്നെ എത്ര സുന്ദരമാണ് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി. റബ്ബേ, എന്നെ സംബന്ധിച്ചിടത്തോളം ഇബ്രാഹിം നബി അലൈഹി സ്വലാം സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ആ ജീവിതത്തിൽ തന്റെ ശാരീരികമായ അവസ്ഥയെ കുറിച്ച് സക്കരിയ നബി അലൈഹി സ്വലാം ഇങ്ങനെ പറയാണ്, വഹനൽ അദ്മു മിന്നി. റബ്ബേ, എന്റെ എല്ലുകളൊക്കെ ബലക്ഷയം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്, എന്റെ എല്ലുകൾക്കൊക്കെ ബലക്ഷയം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്റെ മുടിയൊക്കെ നരച്ചു തുടങ്ങിയിട്ടുണ്ട്, എന്റെ ശാരീരികമായ എന്റെ കരുത്ത് നഷ്ടപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്, എന്റെ വാർദ്ധക്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും എന്നിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്, എന്റെ മുടി വരെ നരച്ചു തുടങ്ങി. വലം അകുംബിദു ആയിക റബ്ബി ശഖിയ. എന്റെ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ട് ഇന്നേ വരെ റബ്ബേ എനിക്ക് നന്ദി കെട്ടവരായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. പടച്ചോനെ, എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന് തന്നെയാണ് എന്റെ ഉറച്ച വിശ്വാസമുള്ളത്. മാത്രമല്ല, എന്റെ പിന്നിൽ എന്റെ കാലശേഷം എനിക്കൊരു അനന്തരാവകാശി, ഒരു തുടർച്ചക്കാരൻ ഇല്ലാതെ പോകുമോ എന്ന് പ്രച്ചവനെ നാം അല്ലാതെ ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല, എന്റെ ഭാര്യ പ്രസവിക്കാൻ കഴിയാത്തവളാണ് എന്നുകൂടി സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കാം, ഫഹബ്ലി മിൻ ലദുൻക വലിയ. പ്രച്ചവനെ, നിന്ന് നീ എനിക്കൊരു സന്താനത്തെ നൽകണേ എന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. ആലോചിക്കുക, ആ പ്രാർത്ഥനയുടെ ഒരു ശക്തി എത്ര ഉണ്ടെന്ന് ആലോചിക്കും. ആദ്യം തന്നെ എടുത്തു പറയണമെന്ന് ആലോചിക്കും. എന്റെ എല്ലുകൾ ഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്, എന്റെ എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചു തുടങ്ങി. ഒരു പുരുഷനെ സംബന്ധിച്ചത് നമുക്കറിയാം, ഒരു പുരുഷന് പൗരുഷമാണല്ലോ, പൗരുഷം നിലനിൽക്കണമല്ലോ. ഒരു സന്താനോത്പാദനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിനൊരു കരുത്തുവാണല്ലോ. ആ കരുത്തെനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ആ കരുത്തെനിക്ക് നഷ്ടമായിട്ടുണ്ട്. എന്റെ മുടികൾക്കൊക്കെ നര ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒരു പുരുഷൻ എന്ന നിലക്ക് പടച്ച റബ്ബേ, ഒരു പിതാവാകാനുള്ള എല്ലാ സാധ്യതയും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പടച്ച, ഞാനോട് പ്രാർത്ഥിച്ചിട്ട് ഇത്രയും കാലം നന്ദി കെട്ടവനായിട്ട് എനിക്ക് ജീവിക്കേണ്ടി വന്നിട്ടില്ല. ഇനി എന്റെ പിന്തുടർച്ചയായ എന്റെ കാലശേഷം ഒരു കുട്ടി എനിക്കില്ലാതെ പോയാൽ എന്റെ പിന്തുടർച്ചയെ ഞാൻ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. പിന്നെ എന്റെ ഭാര്യയാണെങ്കിൽ പ്രസവിക്കാൻ കഴിയാത്തവളുമാണ്. 3 പ്രയാസങ്ങൾ പറഞ്ഞു. ശാരീരികമായിട്ട് ഭൗതികമായിട്ട് ഒരു സാധ്യതയില്ല. ഭൗതികമായിട്ട് സക്കരിയ നബി അലൈഹി സ്വലാമിന് ഒരു കുട്ടി ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. എല്ലാം തനിക്ക് ബോധ്യമാണ്. അതായത് എനിക്ക് എന്റെ എല്ലുകൾക്ക് ബലമില്ലാന്നും എന്റെ പൗരുഷം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും എന്റെ മുടികൾക്ക് നര ബാധിച്ചിട്ടുണ്ടെന്നും എന്റെ ഭാര്യയ്ക്ക് പ്രസവിക്കാൻ കഴിയില്ലാന്നും എല്ലാം എനിക്കറിയാം. പക്ഷേ പടച്ചോനെ, റബ്ബി ഹബ്ലി മിൻ ലദുൻക വലിയ. പടച്ചോനെ, നീ എനിക്കൊരു കുട്ടിനെ കൊണ്ടാ. ആ പ്രാർത്ഥനയുടെ ശക്തിയാണ്, ആ ധൈര്യമാണ് ഒരു വിശ്വാസിക്കുണ്ടാണ്. ഒരു പ്രാർത്ഥിക്കുന്ന ഘട്ടത്തിൽ ആ മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യനുണ്ടാവേണ്ട മാനസികാവസ്ഥയാണ് സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ചരിത്രത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. ഒരു പ്രയാസം ഉണ്ടാവുമ്പോ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പ്രാർത്ഥിച്ചു നോക്കുക, കിട്ടാണെങ്കിൽ കിട്ടട്ടെ എന്ന രീതിയിലാണ് പലപ്പോഴും നമ്മൾ ആ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ നമുക്ക് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്, അതിൽ എത്രത്തോളം നമുക്കത് റബ്ബ് തരും എന്ന തീർച്ചയായ ബോധ്യമുണ്ട് എന്ന പരീക്ഷണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് രോഗം തരുന്നത്, നമുക്ക് മറ്റു പ്രയാസങ്ങൾ വരുന്നത്, ഈ പ്രയാസഘട്ടങ്ങളിലെല്ലാം മനുഷ്യൻ അല്ലാഹുവിലേക്ക് മടങ്ങുമെന്നറിയാം. പക്ഷെ ആ മടങ്ങുന്ന ഘട്ടത്തിൽ, ഈ പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മുടെ ഈമാനിന്റെ തെളിച്ചവും നമ്മുടെ പ്രാർത്ഥനയുടെ ശുദ്ധിയും നമ്മുടെ വിശ്വാസത്തിന്റെ നൈർമല്യവും എത്രത്തോളം ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുന്ന ഘട്ടങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ആ പ്രാർത്ഥനയിൽ നിന്ന് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും അല്ലാഹു നമുക്ക് നൽകിയ ഒരു പ്രയാസ ദുരിത ഏതെങ്കിലും ഒരു രൂപത്തിലുള്ള മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ ഏത് രൂപത്തിലുള്ള പ്രയാസമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ബാധിപ്പിച്ച ഒരു പ്രയാസത്തിൽ നിന്ന് നമ്മൾ അല്ലാഹുവിനോട്
അതിന് അറുതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഞാൻ എൻ്റെ വേദനകൾ അത്രയും ഇറക്കി വെക്കുന്നത് എൻ്റെ റബ്ബിന്റെ മുമ്പിലാണ്. എൻ്റെ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം അത് ഏതൊരു കാര്യത്തിലും കഴിവുള്ളവനാണ്. ഒരുപക്ഷെ ഡോക്ടർ പറഞ്ഞിരിക്കാം അസുഖം മാറാൻ സാധ്യതയില്ല, ഒരുപക്ഷെ നമുക്ക് തോന്നിയിരിക്കാം ഇനി ഞാനൊരു കച്ചവടം തുടങ്ങിയിട്ട് കാര്യമില്ല, ഇനി നമുക്ക് തോന്നിയേക്കാം സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണ്, ഇനി മുന്നോട്ട് പോകാൻ സാധിക്കണമെന്നില്ല എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, പടച്ചവനാരാണ്, അവനെല്ലാ കാര്യത്തിലും കഴിവുള്ളവനാണ്. ആ റബ്ബിന്റെ മുൻപിലായിരിക്കണം നമ്മുടെ വേദനകളും നമ്മുടെ പ്രയാസങ്ങളും ഏതൊരു സമയത്തും നമ്മൾ ഇറക്കി വെക്കുന്നത്. ആ പ്രയാസങ്ങൾ അത്രയും ദൂരീകരിച്ചു തരാൻ കഴിവുള്ളവനാണ് എൻ്റെ റബ്ബ് എന്ന് കൃത്യമായി കൊണ്ട് ആ ബോധവും നമുക്കുണ്ടായിരിക്കണം. ആ ബോധത്തിൽ നിന്നാവണം ഏതൊരു പ്രയാസത്തെയും നമ്മൾ സമീപിക്കേണ്ടതും ആ പ്രയാസങ്ങളിലെല്ലാം അല്ലാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതും. അല്ലേ, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഫറവോയുടെ കൊട്ടാരത്തിൽ നിന്നും ഇസ്രായേലിലും കൊണ്ട് രക്ഷപ്പെടുന്ന സമയത്ത് നമുക്കറിയാം, ചാവുകടലിന്റെ തീരത്ത് ഇങ്ങനെ വന്നു നിന്നിട്ട് ആ സൈന്യം അവരെങ്ങനെ പിടികൂടാൻ വേണ്ടി ഇങ്ങനെ എത്തുക. അപ്പൊ ഒത്തുള്ള ആളുകൾക്ക് ഭയപ്പാടായി. അവരെന്തായാലും ഉറപ്പിച്ചു ഇനി രക്ഷയില്ലല്ലോ, അവരുടെ കയ്യിൽ തോണിയോ ബോട്ടോ ഒന്നുമില്ല. കടൽ കടക്കണ്ട, എങ്ങനെ പോയാലും കടൽ കടക്കാനുള്ള ഒരു മാർഗം അവരെ കഴിയുന്നില്ല. തീർച്ചയായും അവർക്കറിയാം അവർ പിടിക്കപ്പെടും, അവർ വധിക്കപ്പെടും. ആരാണ് പിറകെ വരുന്നത്? അവരുള്ള ആളുകളെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരാൺകുട്ടിയെപ്പോലും ജീവിക്കാൻ അനുവദിക്കാതിരുന്ന ഫറവോയുടെ പട്ടാളമാണ് വരുന്നത്. ആ ഫറവോയുടെ പ്രഖ്യാപനങ്ങൾ എതിർദിശകളിൽ നിന്നായി നിങ്ങളുടെ കൈകളും കാലുകളും ഛേദിക്കുന്നതാണ്. പരിശുദ്ധ ഖുർആൻ വായിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയും, എന്തോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ചതിന്റെ പേരിൽ അവർക്ക് കൽപ്പിച്ച ശിക്ഷ എന്താണ്? എതിർ ദിശകളിൽ നിന്നായി നിങ്ങളുടെ കൈകളും കാലുകളും ഛേദിക്കുമെന്നാണ് പരിശുദ്ധ ഖുർആനിലൂടെ ഫിർഔൻ ആ സമൂഹത്തെ ഭയപ്പെടുത്തി. ഞാൻ അനുവാദം തരുന്നതിന് മുമ്പെന്ന് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് വിശ്വസിക്കാൻ അനുവാദം തന്നതെന്ന ഫിറൗന്റെ ചോദ്യം. അപ്പൊ എന്തായാലും പിടിക്കപ്പെട്ടാൽ നല്ലൊരു അന്തരീക്ഷം അവിടെ ഉണ്ടാവില്ല എന്ന ആളുകൾക്ക് ഉറപ്പാണ്. കാരണം ഫിറൗനിന്റെ ഇത്രയും കാലത്തെ അവന്റെ നടപടിക്രമങ്ങൾ എന്നാൽ കൃത്യമായി അറിയുന്ന ജനതയാണല്ലോ അവരെന്താ പറയും, ഇന്നാലെ മുതൽക്ക് നമ്മൾ എന്തായാലും പിടിക്കപ്പെടും, മൂസ ഇനി രക്ഷയില്ല എന്ന് മൂസാ നബി അലൈഹി സ്വലാമിനോട് അവർ തനിയായി പറയുമ്പോ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് തിരിച്ചു പറയുന്നത്, കല്ല ഇന്നമാ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ റബ്ബുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി നടത്തും. അല്ലേ, ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻകൂട്ടി പറഞ്ഞു കൊടുത്തിട്ടില്ല ആ വടി കൊണ്ടടിച്ച് ആ കടൽ പിളരുമോ അല്ലെങ്കിൽ ആ കടലിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ തവക്കുലാണ്, ആ വിശ്വാസമാണ്. ഞാൻ ഏർപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ എന്നെ ബാധിച്ചിരിക്കുന്ന ഈ പ്രയാസത്തിന് അറുതി നൽകാൻ ഈ ലോകത്ത് കഴിയുമെങ്കിൽ അത് ഏകനായ അള്ളാഹുവിന് മാത്രമേ കഴിയുള്ളൂ. ആ റബ്ബിനോടാണ് ഞാൻ എൻ്റെ എല്ലാ പ്രയാസങ്ങളും പറഞ്ഞിരിക്കുന്നത്, അവന്റെ മുമ്പിലാണ് ഞാനിത് അർപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ കൽപ്പനകളുടെ അവസാനവും പര്യവസാനവും റബ്ബിന്റെ തീരുമാനമാണ് എന്ന വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ ഏത് പ്രയാസങ്ങൾ വരുമ്പോഴും ഏത് ദുരിതങ്ങൾ വരുമ്പോഴും എന്ത് വിഷമങ്ങൾ വരുമ്പോഴും പിടിച്ചു നിൽക്കാൻ മനുഷ്യന്മാരെ കൊണ്ട് കഴിയും. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ചെറിയൊരു അസുഖം വരിക, ഒരു മക്കൾക്ക് സുഖമില്ലാതെയാകുക, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും അസുഖം വരിക, അല്ലെങ്കിൽ ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറയാം, അല്ലെങ്കിൽ എന്തോ ഒരു ശക്തമായ രോഗത്തിന്റെ തുടക്കം നമ്മളിൽ ഉണ്ട് എന്ന് പറയാം. അത് പറയുമ്പോൾ തന്നെ മനുഷ്യൻ എന്ത് ചെയ്യാണ്? തളർന്നു പോവുകയാണ്, ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ്. ചെറിയ ചെറിയ കടബാധ്യതകൾ പോലും താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് മനുഷ്യനുള്ളത്. അല്ലേ, എത്ര ആളുകളാണ്, ചെറിയ ചെറിയ കുട്ടികൾ പോലും അല്ലേ ആത്മഹത്യയുടെ വക്കിലിങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് കുട്ടികൾ പറഞ്ഞു കൊടുക്കാനുള്ള സമയം പോലും കുട്ടികൾ കൊടുക്കുന്നില്ല, അപ്പോഴേക്കും കുട്ടികൾ ആത്മഹത്യ ചെയ്യും. പണ്ട് കാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ മുസ്ലിം ഉമ്മത്തിൽ ഇങ്ങനെ ആത്മഹത്യയുടെ പ്രവണത കണ്ടുവരാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോ നിങ്ങളൊരിലും ഇങ്ങനെ നിങ്ങൾക്കറിയാം, നമ്മുടെ മലപ്പുറത്തൊക്കെ അത്യാവശ്യം ഇപ്പോൾ ഒരുപാട് കേസ് കേൾക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, ചെറിയ ചെറിയ പ്രശ്നങ്ങളുടെ പേരിൽ വൈവാഹിക ബന്ധങ്ങൾ ഏർപ്പെടുത്തുക. അത് ആളുകൾക്ക് ഒരു കാര്യത്തിലും തവക്കുലാക്കി ജീവിക്കാനുള്ള ഒരു ധൈര്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഭർത്താവ് മരിക്കുന്ന ഒരു ഘട്ടം വരിക, അപ്പോഴേക്കും ഭാര്യയുടെ എല്ലാ ആത്മവീര്യം നഷ്ടപ്പെടുകയാണ്. കാരണം നമ്മുടെ മനസ്സിലേക്ക് തെക്കുവ കടന്നു വരുന്നില്ല,
തവക്കുൽ കടന്നു വരുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും പ്രതിസന്ധികൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്നത് ഏത് രൂപത്തിലുള്ള പ്രതിസന്ധികൾ നമുക്ക് നേരിട്ടാലും ആ പ്രയാസങ്ങളെല്ലാം നമ്മളെ ബാധിപ്പിക്കുന്നതല്ലാണ്. ആ പ്രയാസങ്ങൾ അത്രയും നമ്മളിൽ നിന്ന് അകറ്റാൻ കഴിയുന്നവരും റബ്ബ് മാത്രമാണ്. അപ്പൊ ഏക പ്രതിവിധി എന്തേ ഉള്ളൂ? അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് മടങ്ങുക, അല്ലെ? പ്രയാസങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ തൗബ വർദ്ധിപ്പിക്കുക, കൂടുതലായിട്ട് തൗബ ചെയ്യുക. നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതിന്റെ പേരിലാണോ പടച്ചവനെ എനിക്ക് പരീക്ഷണം വന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു മാനസികമായ ഒരു വികാസം കൂടി നമുക്ക് വേണം, അല്ലേ? നമുക്കറിയാം യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും, അല്ലെ? യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താണ് ഉത്ബോധിപ്പിക്കപ്പെടാൻ കൽപ്പിക്കപ്പെട്ട സമൂഹത്തിൽ നിന്ന് അള്ളാഹുവിന്റെ കൽപ്പന കിട്ടുന്നതിന് മുമ്പ് ആ സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടിപ്പോയി. ആ സമയത്താണ് എത്തിപ്പെടുന്നത്. എവിടെയാണ്? കടലിൽ എത്തിപ്പെടുന്നത്. കപ്പലിൽ പോയി കടലിലേക്ക് എടുത്തു ചാടേണ്ട ഘട്ടം വന്നു. കടൽക്ക് ചോരത്തിനപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, പിന്നെ രക്ഷയില്ല. എത്ര നീന്തല കരയത്തേക്ക് എത്തുക? നീന്തലിനൊരു പരിധിയില്ലേ? എത്ര നമ്മളെ സംബന്ധിച്ചത് പുഴവരെ നമുക്ക് നീന്താൻ കഴിയില്ല. ഇപ്പൊ നീന്താൻ കഴിയുന്ന ഒരാളാണെങ്കിൽ പിന്നെ നീന്തലിന് പരിധിയില്ലേ? ഈ കര കാണാത്ത കടലിൽ എങ്ങട്ടാ നീന്തുക? ആ കടലിൽ നിന്നും മത്സ്യത്തിന്റെ വയറ്റിലും കൂടി അകപ്പെട്ടാലൊരു അവസ്ഥ എന്തല്ലത്? കടലിൽ ചാടുമ്പോൾ തന്നെ നമ്മളതെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും, നമ്മൾ തീർന്നു, നമ്മളപ്പോഴും വിശ്വസിച്ചു. പോരാത്തതിനൊരു മത്സ്യത്തിന്റെ വായിലും കൂടി അകപ്പെട്ട് ആ അന്ധകാരത്തിൽ നിന്ന് യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, അല്ലേ? പടച്ച റബ്ബേ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചോനെ, എന്തോ ഒരു അക്രമം എന്നിൽ സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടമുണ്ടായി. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പരീക്ഷണങ്ങൾ വരുമ്പോ എന്റെ ഭാഗത്തുനിന്ന് റബ്ബിനെതിരായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി കൂടി നമുക്ക് വേണം. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കും, നമ്മളെല്ലാം ചെയ്യും, പക്ഷെ അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവും, പ്രാർത്ഥിക്കുന്നുണ്ടാവും, എല്ലാം ഉണ്ടാവും, അല്ലെ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ഒരാളിങ്ങനെ വളരെ അവശനായിക്കൊണ്ട് മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു പോവുക. അയാൾക്ക് ആകല്ലോ നിദാ എന്താണ്, വിളി എന്താണ്? യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബിനെ വിളിച്ച് മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ മനുഷ്യന് ഉത്തരം കിട്ടുന്നില്ല, ആ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടുന്നില്ല. അതിന് കാരണമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം ഫഖദ് ഉദിയ ബിൽ ഹറാം. ആ മനുഷ്യന്റെ വെള്ളം, അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, അവന്റെ വസ്ത്രം, അവന്റെ ഭക്ഷണം എല്ലാം എന്താണ്? ഹറാമാണ്. ഫഖദ് ഉദിയ ബിൽ ഹറാം. ആ മനുഷ്യൻ ഹറാമിനാൽ ഇങ്ങനെ പൊതിയപ്പെട്ടിരിക്കുക. എന്നിട്ട് റബ്ബ് 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 എന്ന് വിളിച്ചാൽ ആ വിളിക്ക് ഉത്തരം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമുക്കൊരു പ്രയാസം ഉണ്ടാവും, പ്രതിസന്ധി ഉണ്ടാവും, ജീവിതത്തിൽ എല്ലാം സംഭവിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഹറാമിൽ നിന്ന് മുക്തമായൊരു ജീവിതമാണ് ആദ്യം നമുക്ക് വേണ്ടത്. ആ ഹറാമിൽ നിന്ന് മുക്തമായൊരു ജീവിതത്തോടൊപ്പം അടിയുറച്ച വിശ്വാസത്തോടെയും ആത്മാർപ്പണത്തോടെയുമുള്ള പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിന്റെ അടുക്കുന്ന ഉത്തരം ഉണ്ടാവുള്ളൂ. ഈ പ്രയാസം എന്റെ റബ്ബിന്റെ മുന്നിൽ ഞാൻ അർപ്പിക്കുന്നത് ആ റബ്ബ് എനിക്കതിന് ആശ്വാസം നൽകുമെന്ന കൃത്യമായ ബോധ്യം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഉണ്ടാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് നമ്മൾ സൂചിപ്പിച്ചു, എന്റെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് എന്ത് പരിഗണന നൽകാനാണ്? അപ്പൊ അള്ളാഹിന്റെ പരിഗണന നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് കൃത്യമായി കൊണ്ട് പ്രാർത്ഥന, അതെങ്ങനെ സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന പോലെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. നിത്യജീവിതത്തിൽ 2 പ്രാർത്ഥനകൾ നമ്മൾ ആരും ഉപേക്ഷിക്കാതെ നിത്യജീവിതത്തിൽ 2 പ്രാർത്ഥനകൾ കൃത്യമായി കൊണ്ട് നമ്മൾ നിലനിർത്തണം, അല്ലെ? അള്ളാഹു സുബ്ഹാനഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന 2 പ്രാർത്ഥന ഉണ്ട്. അതിലൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദർകിശ് ശഖാഇ വസൂഇൽ ഖലാഇ വശമാതത്തിൽ അഅദാ. അള്ളാഹുവിനോട് ചോദിക്കാം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, പടച്ചവനെ ഞാൻ നിന്നോട് ശരണം തേടുകയാണ്. എന്തിൽ നിന്ന്? മിൻ ജഹദിൽ ബലാഇ, പടച്ചവനെ കടുത്ത പരീക്ഷണങ്ങളൊന്നും താങ്ങാനുള്ള ഈമാനോ ശക്തിയോ നമുക്കില്ല. അതുകൊണ്ട് പടച്ചവനോട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചോദിക്കണം, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ, പടച്ചവനെ കഠിനമായ
പരീക്ഷണങ്ങളിൽ നിന്ന് പടച്ചവനെ, ശക്തമായ പരീക്ഷണങ്ങളിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു. അതുപോലെ തന്നെ എന്നിൽ എന്തെങ്കിലുമൊക്കെ ഭാഗ്യക്കേടുകൾ വന്ന് അവശേഷിക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് ശരണം തേടുന്നു. മോശമായ വിധികൾ, എന്തെങ്കിലുമൊക്കെ നിന്റെ ഖലാഉകൾ, മോശമായ രീതിയിലുള്ള ഖലാഉകൾ വന്നു ചേരുന്നതിൽ നിന്ന് പടച്ചവനെ ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു. ക്ഷമാക്കത്തില്ല ശത്രുപക്ഷത്തിൽ നിന്നുള്ള ശത്രുക്കളെ കൊണ്ടുള്ള എന്തെങ്കിലുമൊക്കെ കഷ്ടനഷ്ടങ്ങൾ എനിക്ക് സംഭവിക്കുന്നതിൽ നിന്ന് പടച്ചവനെ ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു. മറ്റൊരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിത്യജീവിതത്തിൽ പ്രാർത്ഥിച്ചിരുന്ന ഒരു പ്രാർത്ഥനയിൽ നമുക്ക് കാണാൻ കഴിയും, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക وتحول آفاتك وفجاءة نقمتك وجميع سخطك എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അർത്ഥം അല്ലാഹുമ്മ ഇന്നി അഊദു ബിക, അല്ലാഹുവേ നിന്നോട് ഞാൻ ശരണം ചോദിക്കുന്നു, പടച്ചോനെ നിന്റെ അനുഗ്രഹങ്ങൾ എന്നിൽ നിന്ന് എടുത്തു കളയുന്നതിൽ നിന്ന്, എന്നിൽ നിന്ന് തട്ടിക്കളയുന്നതിൽ നിന്ന് പടച്ചവനെ ഞാൻ നിന്നോട് ശരണം തേടുന്നു. അതുപോലെ തന്നെ ഈ എന്റെ ആഫിയത്ത്, എന്റെ ആരോഗ്യം എന്നിൽ നിന്ന് നീ തിരിച്ചു കളയുന്നത് ഞാൻ നിന്നോട് ശരണം ചോദിക്കുന്നു. അതുപോലെ തന്നെ പടച്ചവനെ എന്നിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തെറ്റുകളോ കുറ്റങ്ങളോ കുറവുകളൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്നുള്ളൊരു പ്രതികാര നടപടി നീ സ്വീകരിക്കുന്നതിൽ നിന്ന് പടച്ചവനെ ഞാൻ നിന്നോട് ശരണം തേടുന്നു. എനിക്ക് പശ്ചാത്തപിക്കാനും എനിക്കത് മനസ്സിലാക്കാനും അതിൽ നിന്ന് പിന്തിരിയാനും ഒക്കെയുള്ള സാവകാശം പടച്ചറബ്ബേ എനിക്ക് തരണേ എന്നുള്ളതിനോട് നമ്മൾ ചോദിക്കുക. പടച്ചവനെ എന്തെങ്കിലുമൊക്കെ വകുവോളം കൊണ്ട് വിവരക്കേടുകൊണ്ടും എനിക്ക് സംഭവിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളിൽ നിന്ന് പടച്ചവനെ നീ എന്നോട് കോപിക്കുന്നതിൽ നിന്നും നിന്റെ എല്ലാ കോപത്തിൽ നിന്നും ഞാൻ നിന്നോട് ശരണം തേടുന്നു എന്ന പ്രാർത്ഥന നിത്യജീവിതത്തിൽ നമ്മളൊക്കെ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ശക്തമായ ഒരു പരീക്ഷണം വന്നാൽ നമ്മളൊക്കെ തളർന്നു പോകും. നമുക്കൊന്നും അതിനെ പ്രതിരോധിക്കാനോ അതിനെ കൃത്യമായ രീതിയിൽ പരിപാലിക്കാനോ പക്ഷേ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അത്തരം ഘട്ടങ്ങൾ നമുക്ക് വരാതിരിക്കാൻ പടച്ചറബ്ബിനോട് കൃത്യമായി കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുക. നമ്മുടെ ഈമാനിനെ എപ്പോഴും നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കുക. ഏതൊരു ഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പ്രയാസങ്ങളെല്ലാം പടച്ചറബ്ബിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഏതൊരവസ്ഥ വന്നാലും റബ്ബിന്റെ മുന്നിലല്ലാതെ എൻ്റെ പ്രയാസങ്ങൾ ഇറക്കി വെക്കുകയില്ല എന്ന കൃത്യമായ ബോധ്യവും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഉണ്ടാവുക. എന്ത് പ്രയാസം വന്നാലും എൻ്റെ റബ്ബാണ് എനിക്ക് വേഗ പ്രതിവിധി എന്ന ഉറച്ച വിശ്വാസം, ആ ഒരു വിശ്വാസം കൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ആ ഒരു വിശ്വാസത്തിൽ നിന്നൊരണു നമ്മൾ തെറ്റിപ്പോയാൽ നമ്മുടെ നമസ്കാരം, നോമ്പ്, പിന്നെ എന്ത് കൂമ്പാരങ്ങളുമായി പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ചെന്നിട്ടും കാര്യമില്ല. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഓർമ്മപ്പെടുത്തിയതുപോലെ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ശിർക്ക് ജീവിതത്തിൽ വന്നു പോയാൽ ഒരു സൽക്കർമ്മം കൊണ്ട് പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു സൽക്കർമ്മം കൊണ്ടും അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പോൾ കൃത്യമായി കൊണ്ട് നമ്മൾ മനസ്സിലാണോ, വിശ്വാസത്തിലോ ആചാരത്തിലോ അനുഷ്ഠാനത്തിലോ കർമ്മത്തിലോ ഒരു രീതിയിലും നമുക്ക് ശിർക്ക് വരാൻ പാടില്ല. അപ്പോൾ കൃത്യമായ തൗഹീദോടുകൂടി നല്ലൊരു മുവഹ്ഹിദായി കൊണ്ട് ജീവിക്കാനും ഏതൊരു പ്രയാസ പ്രതിസന്ധി ഘട്ടങ്ങൾ ഉണ്ടാവുമ്പോൾ ആ അവസരങ്ങളിലെല്ലാം അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായി തിരിയാനും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ കൃത്യമായ തൃപ്തിയും പൊരുത്തവും നേടിയെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ചുറ്റുപാടുകളിലുമൊക്കെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകൾക്ക് കൃത്യമായ വിശ്വാസത്തെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനും ആ വിശ്വാസത്തെ അവർക്ക് ബോധ്യപ്പെടുത്താനും ഹിദായത്തിലേക്ക് തിരിച്ചെത്താനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കും നമുക്കുമെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. آمين آمين برحمتك يا أرحم الراحمين.